എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഇപ്പോൾ എല്ലാവരും കുറേ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നമ്മൾ അതേ കാര്യം തന്നെ വേറെ രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ, ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുക, നമുക്കൊരു ചിത്രം വരയ്ക്കണം എന്ന് തോന്നി. അപ്പം നമ്മൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചു. അപ്പം അത് നമുക്കൊരു ഫോട്ടോ തരും, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഫോട്ടോ നമുക്ക് എടുത്തു തരും. അത് നേരെ നമ്മൾ അതേപോലെ കോപ്പി അടിച്ച് വരയ്ക്കാതെ, അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തോട്ടം ഉണ്ടാവണം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റീവ് ആക്കാം. ഇപ്പോൾ ഒരു പൂ വരയ്ക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആ പൂവിൻ്റെ അപ്പുറം നമുക്കൊരു ചെടി വരയ്ക്കാനോ, അല്ലെങ്കിൽ ആ പൂവിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫായിട്ട് ക്രിയേറ്റീവായിട്ട് വരയ്ക്കാൻ പറ്റും, ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. അവിടെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കിയത്, നമ്മൾ മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് തന്നെയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും, അതിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ആ രീതിയിൽ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്ത് അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ നല്ല ആശയങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇന്നിപ്പോൾ ജെൻസി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ജെൻസി നമ്മളൊരു മോശം ടൈമായിട്ട് ഉപയോഗിക്കാതെ അത് നമുക്ക് പോസിറ്റീവായിട്ടും കൂടെ ചിന്തിക്കാം. കാരണം നമുക്ക് അത്രയും സ്കില്ല് തരുന്നുണ്ട്. നമ്മുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ജനറേഷനെക്കാട്ടിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ അത് നമ്മൾ അവരെ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. നമുക്ക് അതനുസരിച്ച് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഞങ്ങൾ മോശത്തിന് വേണ്ടി മാത്രമല്ല, നല്ല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ എല്ലാവരോടും പറയാനുള്ളത്.